മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നതിൽ കടുത്ത അതൃപ്തിയിൽ തുടരുന്ന ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് UDF പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നുവെന്ന മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ പറഞ്ഞു. വിഷയത്തിൽ ഹൈക്കമാൻഡിനെ നേരിട്ട് അതൃപ്തി അറിയിക്കാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. എന്നാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികൾ ഇടപെടേണ്ടതില്ലെന്ന നിലപാടുമായി മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ രംഗത്തെത്തി. ചരിത്ര വിജയം നേടിയിട്ടും അതിന്റെ ആവേശം ചോരുന്നതിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടുപോകുന്നതാണ് പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ അതൃപ്തിക്ക് കാരണമായത്. സംസ്ഥാന നേതാക്കൾ അതൃപ്തിയിലും മൗനം പാലിക്കുമ്പോൾ ജില്ലാ നേതാക്കൾ പരസ്യ പ്രതികരണം തുടങ്ങി. സംസ്ഥാന നേതാക്കളുടെ മൗനാനുവാദത്തോടെയാണ് പ്രതികരണങ്ങൾ. മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദിന് പുറമെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഇസ്മായിലും വിമർശനവുമായി രംഗത്തെത്തി. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകാൻ പാടില്ലായിരുന്നുവെന്നും UDF പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതാണെന്നും ടി ഇസ്മായിൽ പറഞ്ഞു. ഇനിയും ഈ ഡിലേ തുടരുന്നത് കൂടുതൽ ജനങ്ങളെ ആശങ്കയിലേക്ക്, പ്രത്യേകിച്ച് UDFന് വോട്ട് ചെയ്തവരിൽ വല്ലാതെ ആശങ്ക ഉണ്ടാക്കും. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് PJ ജോസഫിന്റെ നിലപാട്. അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിക്കുന്നതിന്റെ മുന്നോടിയായി ജോസഫ് മുസ്ലിം ലീഗുമായി ആശയവിനിമയം നടത്തി. മുഖ്യമന്ത്രി തർക്കത്തിൽ ലീഗ് ഇടപെടുന്നതിനെ പരോക്ഷമായി വിമർശിച്ച് മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ രംഗത്തെത്തി. കോൺഗ്രസിന്റെ ലീഡർ ആരാണെന്നുള്ളത് കോൺഗ്രസ്സാണ് തീരുമാനിക്കുന്നത്. ഘടകകക്ഷികളോട് അഭിപ്രായം ചോദിച്ചാൽ പറയാം. അവരോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു. ഘടകകക്ഷികളല്ലല്ലോ പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി വിഷയത്തിൽ ഘടകകക്ഷികൾക്ക് നിലപാട് പറയാമെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. കോൺഗ്രസ് പാർലമെന്റ് ഐക്യമുന്നണി ഗവൺമെന്റ് അല്ലേ, ഏകകക്ഷി ഭരണമല്ലല്ലോ. ഏകകക്ഷി ഭരണമാണെങ്കിൽ പറയുന്ന കാര്യം ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിനകത്ത് മുഖ്യമന്ത്രി ആരാകണം എന്നതിനെക്കുറിച്ച് അവരുടേതായ നിലപാടുകളുണ്ടാകാം. അതൊക്കെ പറയേണ്ടടുത്ത് പറഞ്ഞോട്ടെ. ആരും പണ്ടും പറഞ്ഞിട്ടുണ്ടാകാം, ഇപ്പോഴും പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇനിയും വൈകാൻ പാടില്ല എന്നാണ് ലീഗിന്റെ നിലപാട്. VD സതീശന് അനുകൂലമാണെങ്കിലും മറ്റൊരാളെ പ്രഖ്യാപിച്ചാൽ അംഗീകരിക്കുമെന്നും ലീഗ് നേതൃത്വം പറയുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് വീണ്ടും അഭിപ്രായം തേടിയാൽ മുൻ നിലപാട് ആവർത്തിക്കാൻ തന്നെയാണ് ലീഗ് തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.